ഫിഫ്ത്ത് ചാപ്റ്റർ ഓർഗനൈസിങ്. എന്താണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്? എന്താണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്? അതായത് ഒരു സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും അവയെ ഗ്രൂപ്പുകളാക്കി പരസ്പരമുള്ള അധികാര ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ മെൻ വേണം, മെഷീൻ വേണം, മണി വേണം, അതുപോലെ മെറ്റീരിയൽ വേണം. അപ്പോൾ ഇവയെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടി? ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി. അപ്പം ആ പ്രവർത്തനങ്ങളെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റുകയും അവർ ഓരോരുത്തരും ചെയ്യേണ്ട വർക്ക് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട ജോലികൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതും ഓർഗനൈസിങ്ങിലൂടെ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ്ങിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. അതായത് ഒരു പ്രവൃത്തി നിരന്തരം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ ഒരു തൊഴിലാളിക്ക് എക്സ്പീരിയൻസ് ലഭിക്കുകയും ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിന് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ വൈദഗ്ധ്യം നേടുവാനും കഴിയുന്നു. സെക്കൻഡ് പോയിന്റ്, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. അതായത് ഒരു സ്ഥാപനത്തിലെ വിവിധ വ്യക്തികളുടെ അധികാരവും ഉത്തരവാദിത്വവും ഓർഗനൈസിങ്ങിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വർക്കിംഗ് റിലേഷൻഷിപ്പിൽ വ്യക്തത ലഭിക്കുന്നു. തേർഡ് പോയിന്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഓരോ തൊഴിലാളിയും ചെയ്യേണ്ട ജോലികൾ എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അവർ ഓരോരുത്തരും ചെയ്യേണ്ട വർക്ക് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് തന്നെ അവിടെ ഓവർലാപ്പിംഗ് ഉണ്ടാവുന്നില്ല. അതായത് ഒരാൾ ചെയ്യുന്ന അതേ വർക്ക് മറ്റൊരാൾ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഓർഗനൈസിങ് ആണെങ്കിൽ അവിടെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഉണ്ടായിരിക്കും. അതായത് വിഭവങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഫോർത്ത് പോയിന്റ്, അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. അതായത് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൻ്റെ ശൈലിയിലും മാറ്റം വരുത്തുവാൻ ഓർഗനൈസിങ്ങിലൂടെ സാധിക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ്, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഓർഗനൈസിങ്ങിൽ ഓരോ തൊഴിൽ സംബന്ധമായ ഡ്യൂട്ടീസ് എന്താണെന്ന് വ്യക്തമായി പറയുന്നത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്കിടയിൽ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ജോലിയുടെ ആവർത്തനമോ ഉണ്ടാകുന്നില്ല. സിക്സ്ത് പോയിന്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. അതായത് ജീവനക്കാരുടെ യോഗ്യത, അവരുടെ കഴിവ്, അവരുടെ താല്പര്യം എന്നിവ മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ തൊഴിൽ നിശ്ചയിക്കുകയും അതുപോലെ തന്നെ അധികാരം നൽകുകയും ചെയ്യുന്നത് ഓർഗനൈസിങ്ങിലൂടെയാണ്. മാനേജേഴ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിലും അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുവാനും അതിലൂടെ ജീവനക്കാരുടെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ച് പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നു ഓർഗനൈസിങ്ങിലൂടെ. ലാസ്റ്റ് പോയിന്റ്, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള പെരുമാറ്റച്ചട്ടങ്ങളിൽ മാറ്റം വരുത്തുവാനും അതുപോലെ തന്നെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ വളർച്ചയും സാധ്യമാകുന്ന ഒന്നാണെന്ത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പം ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. സെക്കൻഡ് വൺ, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. തേർഡ് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഫോർത്ത് വൺ, അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. ഫിഫ്ത്ത് വൺ, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. സിക്സ്ത് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. ആൻഡ് ലാസ്റ്റ് വൺ, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ടൈപ്സ്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിനനുസരിച്ച് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിൻ്റെയും ജീവനക്കാരുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിന് രൂപപ്പെടുത്തുന്ന ഘടനയാണെന്ത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ സൈസ് കൂടുമ്പോൾ അവിടെ നമുക്ക് കോർഡിനേഷൻ എന്ന് പറയുന്നത് പ്രയാസമുള്ളതായി മാറുന്നു. ഏകോപനം എന്ന് പറയുന്നത് അത്ര സുഗമമാവത്തില്ല, പ്രയാസമുള്ളതായി മാറുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ ബിസിനസ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഒരു സംവിധാനമാണെന്ത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ രണ്ട് വിധത്തിലാണ് ഉള്ളത്. ഒന്ന് ഫങ്ഷണൽ സ്ട്രക്ചറും രണ്ട് ഡിവിഷണൽ സ്ട്രക്ചറും. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ? അതായത് ഒരേ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുന്ന രീതിയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരേ നേച്ചറുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട്
ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുന്ന രീതിയാണെന്ത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം, ഒരു സ്ഥാപനത്തിൽ സാധാരണയായി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം പ്രത്യേക വകുപ്പുകളാക്കുകയും ഓരോ വകുപ്പിനും, ഇപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവർക്കൊരു ഹെഡ് ഉണ്ടായിരിക്കും അല്ലേ, അപ്പം സെയിൽസ് ആണെങ്കിലും അവർക്കും എന്താണ് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. അപ്പം ഇവയെ വീണ്ടും വിവിധ സെക്ഷനായി വിഭജിക്കുന്നു. ഉദാഹരണം, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവിടെ എന്തൊക്കെ വരും? സെയിൽസിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരിക്കും, അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെ അവയെ വീണ്ടും വിവിധ സെക്ഷനിലായി മാറ്റുന്നു. എവിടെ? ഫങ്ഷണൽ സ്ട്രക്ചറിൽ. ഒരേ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുന്ന രീതിയാണ് എന്ത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, തൊഴിൽപരമായ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ വൈദഗ്ധ്യം നേടിയെടുക്കുവാൻ ഫങ്ഷണൽ സ്ട്രക്ചറിലൂടെ കഴിയുന്നു. സെക്കൻഡ് വൺ, ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കുവാനും ഫങ്ഷണൽ സ്ട്രക്ചറിൽ വളരെ എളുപ്പമാണ്. തേർഡ് വൺ, മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തന മികവിലൂടെ ഉയർന്ന ലാഭം നേടുവാൻ ഫങ്ഷണൽ സ്ട്രക്ചറിലൂടെ കഴിയുന്നു. ഫോർത്ത് വൺ, തൊഴിൽ അല്ലെങ്കിൽ വർക്ക് ഡിവൈഡ് ചെയ്ത് നൽകുന്നത് കൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഒരാൾ ചെയ്ത കാര്യം മറ്റൊരാൾ ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചിലവ് കുറയ്ക്കാനും സാധിക്കുന്നു. ഫിഫ്ത്ത് വൺ, തൊഴിലാളികൾക്ക് അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ മാത്രം പരിശീലനം നൽകിയാൽ മതി. അതായത് മൊത്തത്തിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതായി വരുന്നില്ല. അവരേത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ മാത്രം പരിശീലനം നൽകിയാൽ മതി. എവിടെ? ഫങ്ഷണൽ സ്ട്രക്ചറിൽ. ലാസ്റ്റ് വൺ, ഓരോ വകുപ്പിനും അവയുടെ പ്രാധാന്യം അനുസരിച്ച് പരിഗണന നൽകുവാൻ ഫങ്ഷണൽ സ്ട്രക്ചറിലൂടെ സാധിക്കുന്നു. ഓക്കെ, എന്തെല്ലാമാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങൾ മാത്രം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ്, സെയിൽസ് മാനേജർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ മെച്ചപ്പെടുന്ന ഒന്നായി മാറ്റണം എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതുതന്നെ ആയിരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ആളെ ലക്ഷ്യം, അതുതന്നെ ആയിരിക്കും മാർക്കറ്റിങ്ങിലുള്ള ആളെ ലക്ഷ്യം. അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് വൺ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഏകോപനം, അതായത് കോർഡിനേഷൻ പ്രയാസമുള്ള കാര്യമാകുന്നു. തേർഡ് വൺ, രണ്ടോ അതിലധികമോ വകുപ്പുകളിലെ താല്പര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ അത് തർക്കങ്ങൾ ഉണ്ടായേക്കാം. അതായത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണെങ്കിൽ അവിടെ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ കൂടുതലാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഒരു സ്ഥാപനത്തിൽ അറിവും കഴിവുമുള്ള വ്യക്തികൾക്കിടയിൽ ഇടുങ്ങിയ ചിന്താഗതി രൂപം കൊള്ളുന്നതിലൂടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുകയും അതിലൂടെ അംഗീകരിക്കപ്പെടേണ്ട വസ്തുതകൾ കാണാതെ പോവുകയും ചെയ്യുന്നു. എവിടെ? ഫങ്ഷണൽ സ്ട്രക്ചറിൽ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് നോക്കാം. അതായത് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിരിക്കും. ആ ഓരോ യൂണിറ്റിനും പ്രത്യേക ഡിവിഷണൽ മാനേജറും ഉണ്ടായിരിക്കും. ഡിവിഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിരിക്കും. ഓരോ ബിസിനസ്സിനും സെപ്പറേറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിവിഷനും ആയിരിക്കും. ആ ഓരോ ഡിവിഷനും ഒരു ഡിവിഷണൽ മാനേജറും ഉണ്ടായിരിക്കും. ഫങ്ഷണൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ഒരേ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എന്ത്? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിൽ എങ്ങനെയാണ്? സെപ്പറേറ്റ് ഡിവിഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ആയിരിക്കും വരുന്നത്. ഓരോ യൂണിറ്റിനും പ്രത്യേക ഡിവിഷണൽ മാനേജർമാരും ഉണ്ടായിരിക്കും. ഉദാഹരണം, ഇപ്പം കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ്, ഫുഡ്വെയർ, സ്കിൻ കെയർ എന്നിവ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ ഒരു കമ്പനിയിലെ പ്രോഡക്റ്റിനെ അടിസ്ഥാനമാക്കി പ്രത്യേക വിഭാഗമായി തരംതിരിച്ച്
ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേക മാനേജർമാരും ഉണ്ടായിരിക്കും, അവർക്കതിൻ്റെ ചുമതലകൾ നൽകുകയും ചെയ്യുന്നു. എവിടെ? ഡിവിഷണൽ സ്ട്രക്ചറിൽ. ഓക്കെ, അപ്പം എന്തെല്ലാമാണ് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അതായത് പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷനിലൂടെ ഡിവിഷണൽ ഹെഡ്സിൻ്റെ സ്കില്ല് മെച്ചപ്പെടുത്താനും അവർക്ക് ഉയർന്ന പൊസിഷൻ നേടുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഓരോ ഡിവിഷൻ്റെയും വരുമാനവും ചെലവുകളും കൃത്യമായി നിർണ്ണയിക്കുവാൻ ഡിവിഷണൽ സ്ട്രക്ചറിലൂടെ സാധ്യമാകുന്നു. തേർഡ് വൺ, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ ഡിവിഷണൽ സ്ട്രക്ചറിൽ സാധിക്കുന്നു. ഫോർത്ത് വൺ, ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ നടത്തുവാനും അതുപോലെ തന്നെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാതെ തന്നെ പുതിയ ഡിവിഷൻ അല്ലെങ്കിൽ പുതിയ യൂണിറ്റ് തുടങ്ങുവാനും കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ മറ്റ് പ്രോഡക്റ്റുകൾ ഒരു കമ്പനിക്ക് ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് പുതിയതായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇപ്പം വെഹിക്കിൾ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് പുതിയ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാതെ തന്നെ ആ ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നു. എന്തിലൂടെ? ഡിവിഷണൽ സ്ട്രക്ചറിലൂടെ. അപ്പോൾ എന്തെല്ലാമാണ് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വിവിധ ഡിവിഷനുകൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് പല യൂണിറ്റുകളാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം അവർക്കിടയിൽ എന്താണ്? തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട്. സെക്കൻഡ് വൺ, പ്രവർത്തനങ്ങളുടെ ആവർത്തനത്തിലൂടെ ചിലവ് വർദ്ധിക്കുന്നു, അല്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ആ ഒരു കമ്പനിക്ക് ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ വേണം, അല്ലേ? ഇപ്പം അതുപോലെ തന്നെ പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം ഒരു അദ്ദേഹത്തിന് ഫുഡ് വെയറിൻ്റെ കമ്പനി ഉണ്ടെങ്കിൽ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളും ആവശ്യമാണ്. ഒരു കമ്പനിയുടെ അണ്ടറിലുള്ള 2 പ്രോഡക്റ്റാണ് സ്കിൻ കെയറും അല്ലെങ്കിൽ ഫുഡ് വെയറും, അല്ലേ? അപ്പം ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ പരസ്യം ആ ഒരു പ്രോഡക്റ്റിന് നൽകണം. പിന്നെ ചെരുപ്പുകൾക്ക് ആവശ്യമായ പരസ്യം ആ ഫുഡ് വെയറിൻ്റെ യൂണിറ്റിനും നൽകേണ്ടതായി വരുന്നു. അപ്പം ഇതെന്താണ്? ഓരോ ഡിവിഷനും പ്രത്യേക പരസ്യങ്ങൾ നൽകുന്നത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ചിലവ് വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, തേർഡ് വൺ, ഡിവിഷൻ മാനേജർമാരുടെ അധികാരം ആ ഒരു പർട്ടിക്കുലർ ഡിവിഷനിലെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും ഇത് ആ ഒരു സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യത്തെ അവഗണിക്കുവാനും ഇടയാക്കുന്ന ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് മാനേജ്മെൻറ്റ് ബോധപൂർവം ആവിഷ്കരിക്കുന്ന സംഘടനയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ വളരെയധികം ചിന്തിച്ച് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇത് ഫങ്ഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കാം. അപ്പം ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് മാനേജ്മെൻറ്റ് ബോധപൂർവം ആവിഷ്കരിക്കുന്ന രൂപമാണെന്ത്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവ വളരെ ചിന്തിച്ച് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഒന്നുകിൽ ഇത് ഫങ്ഷണൽ സ്ട്രക്ചർ ആവാം അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചറും ആവാം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ? ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അധികാര ഉത്തരവാദിത്ത ബന്ധങ്ങൾ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു ഫോർമൽ ഓർഗനൈസേഷനിൽ. സെക്കൻഡ് വൺ, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാനായുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും ഫോർമൽ ഓർഗനൈസേഷനിൽ ഉൾപ്പെടുന്നു. തേർഡ് വൺ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അതുപോലെ തന്നെ സെക്ഷനുകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഫോർമൽ ഓർഗനൈസേഷനിലൂടെ സാധിക്കുന്നു. അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ ആയാലും ഡിവിഷണൽ സ്ട്രക്ചർ ആണെങ്കിലും ഫോർമൽ ഓർഗനൈസേഷനിലൂടെ ബെറ്റർ കോർഡിനേഷൻ സാധ്യമാകുന്നു. ഫോർത്ത് വൺ, ടോപ്പ് മാനേജ്മെൻറ്റ് ബോധപൂർവം ആവിഷ്കരിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ രൂപീകരിക്കുന്ന ഒന്നാണെന്ത്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ജീവനക്കാർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളെക്കാൾ അവർ പൂർത്തീകരിക്കേണ്ട ജോലിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അതായത് തൊഴിലാളികളുടെ ജോലിക്കാണ് കൂടുതൽ പ്രാധാന്യം
ഫോർമൽ ഓർഗനൈസേഷനിൽ പ്രാധാന്യം നൽകുന്നത്. അപ്പം എന്തെല്ലാമാണ് ഫോർമൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മേന്മകളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജീവനക്കാർ തമ്മിലുള്ള പരസ്പര ബന്ധം വ്യക്തമായി നിർവചിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തം നിർണ്ണയിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് നമ്മുടെ സുപ്പീരിയർ ആരാണ്, നമ്മുടെ സബോർഡിനേറ്റ് ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിലൂടെ തന്നെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം എന്തൊക്കെയാണെന്ന് എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, സ്ഥാപനത്തിലെ ഓരോ വ്യക്തിയുടെയും ചുമതലകളും അധികാരങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ ഓരോ ജോലിയും അല്ലെങ്കിൽ ഒരേ ജോലിയും ഒന്നിൽ കൂടുതൽ തവണ ചെയ്യേണ്ടി വരുന്നില്ല. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നില്ല എവിടെ? ഫോർമൽ ഓർഗനൈസേഷൻ. കാര്യം എന്താണ്? അവിടെ വ്യക്തത അല്ലെങ്കിൽ കൃത്യത എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. തേർഡ് പോയിന്റ്, യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് വ്യക്തമായ അധികാര ശ്രേണി ഉള്ളതിനാൽ അവിടെ എന്താണ്, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനകത്തും ഒരു ഐക്യം ഉണ്ടായിരിക്കും. കാര്യം എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായത് കൊണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രൂപരേഖ അനുസരിച്ച് ഓർഗനൈസേഷൻ്റെ ജോലികൾ ചിട്ടയായും ക്രമമായും ചെയ്യുവാൻ സാധ്യമാകുന്നു. ലാസ്റ്റ് പോയിന്റ്, ഒരു സ്ഥാപനത്തിൻ്റെ പോളിസീസും കർശനമായി പാലിക്കപ്പെടുന്നതിനാൽ തന്നെ പ്രവർത്തന സ്ഥിരത കൈവരിക്കുവാനും ഫോർമൽ ഓർഗനൈസേഷനിലൂടെ സാധ്യമാകുന്നു. ഇനി എന്തെല്ലാമാണ് ഫോർമൽ ഓർഗനൈസേഷൻ്റെ ലിമിറ്റേഷൻസ് അഥവാ പോരായ്മകളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്കെയിലർ ചെയിന് കർശനമായി പിന്തുടരുന്നതിനാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു. എവിടെ? ഫോർമൽ ഓർഗനൈസേഷനിൽ. അതായത് സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക്, അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആരാണ് അവരിലേക്ക് അങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കാലതാമസം ഉണ്ടാകുന്നു. അത് ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഒന്നാമത്തെ ഡ്രോബാക്കാണ്. സെക്കൻഡ് വൺ, വ്യക്തിപരമായ താല്പര്യവും സ്വാതന്ത്ര്യവും ഫോർമൽ ഓർഗനൈസേഷനിൽ ഇല്ലാതാകുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ഒരു സ്ഥാപനത്തിലെ നിയമങ്ങൾക്കും അവരുടെ പോളിസീസിനും അമിത പ്രാധാന്യവും അതുപോലെ വ്യക്തിബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും അവഗണിക്കുന്നതിനും കാരണമാവുകയും അതുപോലെ തന്നെ പൊതു ലക്ഷ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. എവിടെ? ഫോർമൽ ഓർഗനൈസേഷനിൽ. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ സൗഹൃദ ബന്ധങ്ങളിലൂടെ രൂപപ്പെടുന്ന കൂട്ടായ്മയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഭാഗം തന്നെയാണ്. എങ്കിലും വ്യക്തിപരമായ അടുപ്പവും പൊതു താല്പര്യങ്ങളുമാണ് ഇത്തരം സാമൂഹികമായ സംഘടനകൾ രൂപീകരിക്കാൻ ഇടയാകുന്നത്. മാനേജ്മെൻറ്റ് ബോധപൂർവം സൃഷ്ടിക്കുന്നവയാണോ ഇൻഫോർമൽ ഓർഗനൈസേഷൻ? ഒരിക്കലുമല്ല. പക്ഷേ ഫോർമൽ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണെങ്കിൽ ഇവിടെ സൗഹൃദ ബന്ധങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നതാണെന്ത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരം കൂട്ടായ്മ സ്വയം രൂപപ്പെട്ടു വരുന്നവയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ജീവനക്കാർ ചേർന്ന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ കലാകായിക പരിപാടികളൊക്കെ നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത്? അവിടെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അതായത് ജീവനക്കാരുടെ വ്യക്തി ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലൂടെ ഒരു ഫോർമൽ ഓർഗനൈസേഷന് ഉള്ളിൽ തന്നെ രൂപം കൊള്ളുന്നതാണ് എന്ത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻഫോർമൽ ഓർഗനൈസേഷന് വ്യക്തമായ നിയമങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഫോർമൽ ഓർഗനൈസേഷനിൽ വ്യക്തമായ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട്. തേർഡ് പോയിന്റ്, ആശയവിനിമയത്തിന് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു രീതിയില്ല, അല്ലെങ്കിൽ അംഗങ്ങളുടെ ഇഷ്ടാനുസരണം ആശയവിനിമയം സാധ്യമാകുന്നതാണ് ഇവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ. ഫോർത്ത് വൺ, മാനേജ്മെൻറ്റ് ബോധപൂർവമല്ലാതെ സ്വമേധയാ സൃഷ്ടിക്കപ്പെടുന്നതാണെന്ത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, സങ്കീർണമായ സാമൂഹിക ബന്ധങ്ങളുടെ കൂട്ടായ്മ എന്ന നിലയിൽ വ്യക്തമായ സംഘടനാ സംവിധാനമോ അല്ലെങ്കിൽ രൂപമോ ഉണ്ടാവണമെന്ന് ഇല്ല. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വേഗത്തിൽ ആശയവിനിമയം നടത്തുവാനും അതുപോലെ തന്നെ ജീവനക്കാരുടെ പ്രതികരണം വേഗത്തിലും കൃത്യമായി മനസ്സിലാക്കുവാനും കഴിയുന്നു.
സെക്കൻഡ് വൺ, വ്യക്തികളുടെ സാമൂഹിക ബന്ധങ്ങൾ വളർത്തി സ്ഥാപനത്തിൽ കൂട്ടായ്മ ഉണ്ടാക്കുവാൻ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ സാധിക്കുന്നു. വ്യക്തികളുടെ സാമൂഹിക ബന്ധങ്ങൾ വളർത്തി അവർ സ്ഥാപനത്തിൽ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവും എല്ലാ ആൾക്കാരും തമ്മിൽ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ സാധിക്കുന്നു. തേർഡ് വൺ, ജീവനക്കാരും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഭാഗമാണെന്നും അവർക്ക് ആ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ സ്ഥാനമുണ്ട് എന്നുള്ള തോന്നൽ സൃഷ്ടിക്കുന്നു. എവിടെ? ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ. ലാസ്റ്റ് വൺ, ഫോർമൽ ഓർഗനൈസേഷൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് പരിഹരിച്ച് അതിന് പിന്തുണ പ്രദാനം ചെയ്യുന്നു. ഏത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം എന്തെല്ലാമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോരായ്മകൾ നോക്കാം. ഫസ്റ്റ് വൺ, വിനിമയത്തിന് വ്യക്തമായ മാർഗരേഖകൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ തെറ്റായ വാർത്തകളും പ്രചരിക്കാൻ കൂടുതൽ ചാൻസ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ട്. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ സംഘടിതമായി എതിർക്കുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ. മാനേജ്മെൻറ്റ് എന്ത് തീരുമാനം കൊണ്ടുവന്നാലും മറ്റ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ തൊഴിലാളികളെല്ലാം ഒരു കൂട്ടമായി നിന്ന് അതിനെ എതിർക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. തേർഡ് പോയിന്റ്, ജീവനക്കാരുടെ ശ്രദ്ധയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ആ ഒരു സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യത്തിൽ നിന്നും വഴിമാറുന്നതിന് കാരണമാകുന്നു ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, ജീവനക്കാരുടെ ഇടയ്ക്ക് വിഭാഗതയും അതുപോലെ സംഘർഷവും, അതായത് ഗ്രൂപ്പിസം ഉണ്ടാവാനും അതുപോലെ തന്നെ അവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഡെലിഗേഷൻ? എന്താണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്? എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും ഒരു മാനേജർക്ക് എല്ലാ ചുമതലകളും ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കുറച്ച് ജോലികൾ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിനും കൂടെ നൽകുന്നു, വർക്ക് ഡിവൈഡ് ചെയ്ത് നൽകുന്നു. അപ്പം അവിടെ എന്താണ് വേണ്ടത്? അവർക്കും പവർ വേണം, അല്ലേ? അപ്പം അധികാരം സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് നൽകുകയാണ്. സുപ്പീരിയറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിലേക്ക് നൽകുകയാണ്. ഇതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേഷൻ പറഞ്ഞത് എന്താണ്? അധികാരം സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് നൽകുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേഷൻ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ 3 എലമെൻറ്റ്സ് ഉൾക്കൊള്ളുന്നതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി. എന്താണ് അതോറിറ്റി എന്ന് പറയുന്നത്? അതായത് കീഴ്ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും ആ ഒരു സ്ഥാപനത്തിൻ്റെ വ്യാപ്തിക്കുള്ളിൽ നിന്ന് തന്നെ കൂടുതൽ നടപടികൾ എടുക്കുവാനുമുള്ള അവകാശമാണ് അതോറിറ്റി അല്ലെങ്കിൽ അധികാരമെന്ന് പറയുന്നത്. കീഴ്ജീവനക്കാർക്ക് കൽപ്പനകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ആ ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട നടപടികൾ എടുക്കുവാനുമുള്ള അവകാശത്തെയാണ് അതോറിറ്റി അല്ലെങ്കിൽ അധികാരമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു കീഴ് ജീവനക്കാരൻ മേലുദ്യോഗസ്ഥന് ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ ചുമതലകൾ നിർവഹിക്കാനുള്ള കടമയാണ് റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്തമെന്ന് പറയുന്നത്. തേർഡ് വൺ, അക്കൗണ്ടബിലിറ്റി. കീഴുദ്യോഗസ്ഥന് അധികാരവും ഉത്തരവാദിത്വവും നൽകിക്കഴിഞ്ഞാൽ നിർദ്ദേശിച്ചതുപോലെ തന്നെ ജോലി നിർവഹിച്ചു എന്ന് അയാൾ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറിനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് എന്ത് ചെയ്തുവെന്ന് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് നൽകുവാനുള്ള കടപ്പാടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലി അത് എത്രമാത്രം ചെയ്തു എന്നത് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ അറിയിക്കുവാൻ ബാധ്യസ്ഥനാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാമാണ് ഡെലിഗേഷൻ്റെ പ്രാധാന്യമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എഫക്റ്റീവ് മാനേജ്മെൻറ്റ്. അതായത് കീഴ് ജീവനക്കാരെ അധികാരം നൽകി ശക്തിപ്പെടുത്തുന്നതിലൂടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവരെ ചുമതലപ്പെടുത്തുവാൻ സാധിക്കുന്നു.
അങ്ങനെ ഒരു ഫലപ്രദമായ മാനേജ്മെൻറ്റ് രൂപീകരിക്കാൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, എംപ്ലോയി ഡെവലപ്മെൻറ്റ്, ജീവനക്കാരുടെ വികസനം. അതായത് കീഴ് ജീവനക്കാർക്ക് അധികാരം നൽകുന്നതിലൂടെ അവരുടെ കഴിവുകൾ സ്ഥാപനത്തിനായി വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ഇതിലൂടെ ജീവനക്കാരുടെ അറിവും അതുപോലെ തന്നെ അവരുടെ സ്കില്ലും വികസിക്കുകയും അവരെ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നതിന് പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. തേർഡ് വൺ, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, ജീവനക്കാർക്ക് പ്രചോദനം ലഭിക്കുന്നു. അതായത് കൈമാറ്റം ചെയ്ത് ലഭിക്കുന്ന അധികാരം തീർച്ചയായും ജീവനക്കാർക്ക് ഒരു പ്രചോദനം തന്നെയാണ്, അല്ലേ? അതായത് അധികാരം നമ്മളിലേക്ക് എത്തുന്നത് നമുക്ക് എപ്പോഴും എന്താണ്, ഒരു മോട്ടിവേഷനാണ്. നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും, അല്ലേ? അപ്പം തീരുമാനമെടുക്കാനുള്ള അധികാരം ലഭിക്കുന്നതിലൂടെ കൂടുതൽ ആത്മാർത്ഥമായി ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ജീവനക്കാരുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുവാനും ഡെലിഗേഷനിലൂടെ സാധിക്കുന്നു. ഫോർത്ത് വൺ, ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്ത്, അതായത് സ്ഥാപനത്തിൻ്റെ വളർച്ച സാധ്യമാകുന്നു. അധികാര കൈമാറ്റത്തിലൂടെ ജീവനക്കാർ കൂടുതൽ പ്രാപ്തരാവുകയും ആ ഒരു സ്ഥാപനത്തിന് വളർച്ചയുണ്ടാവുകയും ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ഹൈറാർക്കി, അതായത് ഒരു സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥർ ബന്ധങ്ങൾ തീരുമാനിക്കുന്നത് അധികാര കൈമാറ്റത്തിലൂടെയാണ്, അല്ലേ? അധികാരം കൈമാറുന്നതുകൊണ്ടാണ് മേലുദ്യോഗസ്ഥൻ ആരാണ് കീഴുദ്യോഗസ്ഥൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാനേജറുടെ പ്രവർത്തന പരിധിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും തീരുമാനിക്കുന്നത് അധികാര കൈമാറ്റത്തിൻ്റെ രീതി അനുസരിച്ച് ആയിരിക്കും. ലാസ്റ്റ് വൺ, ബെറ്റർ കോർഡിനേഷൻ, അതായത് മികച്ച ഏകോപനം ഡെലിഗേഷനിലൂടെ സാധ്യമാകുന്നു. അധികാര കൈമാറ്റത്തിനാൽ അധികാരവും ഉത്തരവാദിത്വവും കണക്കു പറയേണ്ട ബാധ്യത, അല്ലേ, ബാധ്യതയും അതുപോലെ തന്നെ കൃത്യമായി നിർണയിച്ചിരിക്കുന്നു എവിടെ, ഡെലിഗേഷനിലൂടെ. ഇത് ഓരോ മാനേജറുടെയും പ്രവർത്തന പരിധി നിശ്ചയിക്കുകയും അതിലൂടെ ജോലികളുടെ ഡ്യൂപ്ലിക്കേഷനും അതുപോലെ തന്നെ അതിരുകടന്ന പ്രവർത്തനങ്ങളും ഒഴിവാക്കപ്പെടുന്നു. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കൈവശം വച്ചിരിക്കുകയാണെങ്കിൽ അതിനെ സെൻട്രലൈസേഷൻ എന്നും, എന്നാൽ അധികാരം താഴെ തട്ടിലേക്കും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷൻ എന്നും പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജീവനക്കാരിൽ മുൻകൈ എടുക്കുവാനുള്ള ശേഷി, അതായത് അവർക്കിടയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ശേഷി വളർത്തുന്നു. സെക്കൻഡ് വൺ, ഫ്യൂച്ചറിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള മാനേജർമാരെ വാർത്തെടുക്കുവാൻ ഡീസെൻട്രലൈസേഷൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഡീസെൻട്രലൈസേഷനിൽ പോസിബിൾ ആക്കുന്നു. അതുപോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ജോലിഭാരം കുറയ്ക്കുവാനും ഡീസെൻട്രലൈസേഷനിലൂടെ സാധ്യമാകുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ്, ആ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച സാധ്യമാക്കുവാനും ഡീസെൻട്രലൈസേഷന് കഴിയുന്നു. അതുപോലെ തന്നെ ബെറ്റർ കൺട്രോൾ, മികച്ച നിയന്ത്രണം ആ ഒരു സ്ഥാപനത്തിൽ നടപ്പിലാക്കുവാനും ഡീസെൻട്രലൈസേഷന് സാധിക്കുന്നു.